നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മൾ അധികം ഒന്നും കേൾക്കാത്ത ഒരു സിനിമയുടെ വിശേഷമാണ്. മാർച്ച് 2024 തിയേറ്ററിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്ത സിനിമയാണ്. സിനിമയുടെ പേര് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. സിനിമയുടെ പേര് 1947 ജനനം, പ്രണയം തുടരുന്നു. ഇതാണ് സിനിമയുടെ പേര്. സിനിമയിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ട് അഭിജിത്ത് അശോകനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുതുമുഖ സംവിധായകനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ശിവനും ഒരു ഗൗരി ടീച്ചറുമാണ്. ഒരു ഓൾഡ് ഏജ് ഹോമും അവിടെ കെയർ ടേക്കറായിട്ട് വരുന്ന ഒരു ശിവനും അവിടെ അന്തേവാസിയായ ഒരു ഗൗരി ടീച്ചറും പിന്നെ അങ്ങനെ കുറച്ച് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ മക്കളൊക്കെ, അങ്ങനെ ഒരു 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 കഥയാണ്. ഒരു മണിക്കൂർ 1.25 മണിക്കൂറുള്ള ഒരു വളരെ കൊച്ചു സിനിമയാണ്. എനിക്ക് പേഴ്സണലി സിനിമ നല്ല രസമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ആദ്യം ഈ സിനിമ കാണണോ വേണ്ടയോ എന്ന് ആലോചിച്ചു. കാരണം ഇത് വലിയ അവാർഡ് പടമൊക്കെയാണെന്നാണ് വിചാരിച്ചത്. ഈ പറഞ്ഞ നമ്മുടെ ശിവൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ജയരാജൻ കോഴിക്കോട് എന്ന് പറഞ്ഞ ചേട്ടനെ നമ്മൾ സിനിമകളിൽ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഗൗരി ടീച്ചറും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ മലയാളത്തിൽ അത്ര സജീവമായ ഒരു നടിയായിട്ട് എനിക്ക് തോന്നിയില്ല. അവരുടെ പേര് അവരുടെ ശരിക്കുമുള്ള പേര് ലീല സാംസൺ എന്നാണ് അവരുടെ പേര്. ജയരാജൻ കോഴിക്കോട് എന്നത് നായകനായ ശിവൻ ചേട്ടൻ്റെ കഥാപാത്രം. പിന്നെ ദീപക് പറമ്പോലുണ്ട്. പിന്നെ അനു സിത്താരയുണ്ട്. പിന്നെ ആരാ, നമ്മുടെ ഇർഷാദുണ്ട്. ഇത്തരം പേരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമ എനിക്ക് പേഴ്സണലി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. വളരെ ചെറിയ ഒരു പ്രമേയമാണ്. പക്ഷേ അങ്ങനെ ഭയങ്കര വലിയ വലിച്ചു നീട്ടലൊന്നും ഇല്ലാണ്ട് വളരെ ക്രിസ്പായിട്ട് രണ്ട് പേരുടെ റിലേഷൻ എത്ര മനോഹരമായിട്ട് കാണിച്ചു തന്ന അവരെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. വളരെ ചെറിയൊരു സിനിമയാണ് അത്. പക്ഷേ 1.5 മണിക്കൂർ കണ്ടാൽ ഒരിക്കലും നമുക്കത് മോശം പറയാൻ പറ്റാത്ത ഒരു ടൈപ്പ് സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. നല്ല രസമുള്ള കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. ഈ ശിവൻ ചേട്ടൻ്റെ അഭിനയം എനിക്ക് പേഴ്സണലി പണ്ട് പോലെ അദ്ദേഹം ചെറിയ റോളുകളിൽ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. ഇത് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്ത പോലെ എനിക്ക് തോന്നി. ഗൗരി ടീച്ചർ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഗൗരി ടീച്ചറിൻ്റെ കഥാപാത്രം പേഴ്സണലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നൊരു കഥാപാത്രം. നല്ല രസമായിട്ട് നല്ല ക്യൂട്ടായിട്ട് അവർ അഭിനയിച്ചു. പിന്നെ പൗളി ചേച്ചിയും അനു സിത്താരയൊക്കെ ഉണ്ട്. പൗളി ചേച്ചിക്ക് ചെറിയ റോളാണെങ്കിലും രസമായിരുന്നു. അനു സിത്താരയ്ക്ക് ഭയങ്കര റോളൊന്നുമല്ല. ദീപക് പറമ്പിലിന് കുറച്ചൊക്കെ പെർഫോം ചെയ്യാനുണ്ട്. അത് നന്നായിട്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ആരാണ്, ഇർഷാദിന് നല്ല റോളാണ്. ഇർഷാദിൻ്റെ റോൾ നന്നായിരുന്നു. നല്ല ഒഴുക്കിൽ കഥ പറഞ്ഞു പോകുന്ന, എന്നാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ബോറടിക്കാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് എടുത്ത ഒരു കൊച്ചു സിനിമ. ഈ നമ്മൾ ഇത്രയും വലിയ സിനിമകളും കൊട്ടിക്കൊഴിക്കുന്ന സിനിമകളൊക്കെ വന്ന് അതിൽ ബോറടിക്കുന്ന എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ അങ്ങനെ ഒരു ബോറടിയില്ല. എനിക്ക് പേഴ്സണലി സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് പേരുടെ റിലേഷൻ, അവരുടെ മുൻപിൽ അവർക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്ന രണ്ട് പേര് തമ്മിൽ ഒന്നിക്കുമ്പോൾ അവരുടെ പഴയ ഇഷ്ടങ്ങളെല്ലാം കാത്തു സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന പഴയതെല്ലാം മറന്നു ഇനി ആ പഴയത്, അതായത് ഒരു റിലേഷൻ ഉള്ളയാൾ അതിന് മുമ്പിലുള്ള റിലേഷനിലെ ആ ഒരു ബന്ധത്തിനെക്കുറിച്ച് പറയുമ്പോൾ അത് കേട്ടിരിക്കാൻ ഈ പുതിയ ബന്ധത്തിലുള്ള ആൾക്ക് സാധിക്കുന്നതും ആ ഇഷ്ടങ്ങളനുസരിച്ച് പെരുമാറാൻ സാധിക്കുന്നതൊക്കെ കുറച്ച് അത്ഭുതമായിട്ട് തോന്നി. അത് റിയൽ ലൈഫിൽ അത്രയും പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ചിലപ്പോൾ പറ്റുമായിരിക്കും, അങ്ങനെ പറ്റുന്നവരുണ്ടാവും. പക്ഷേ പേഴ്സണലി എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് ഒരു രസമായിട്ട് എടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ശിവൻചേട്ടനും ഗൗരി ടീച്ചറും തമ്മിലുള്ള ആ ഒരു ബന്ധവും അവരുടെ ഇഷ്ടങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയുള്ള ജീവിതവും, പിന്നെ ഒരു കൂടെ ഒരാൾ ഉള്ളപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാത്തത്, അല്ലെങ്കിൽ ഇല്ലാണ്ടാവുമ്പോൾ ആ വാല്യൂ മനസ്സിലാവുന്ന, അതൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി സിനിമ ഫീൽ ചെയ്തത്. ശരിക്കും നമുക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നും സിനിമ അവസാനിക്കുമ്പോൾ. പക്ഷെ നല്ല രസമായിട്ട് അതെടുത്തിട്ടുണ്ട്. ചെറിയ തമാശകളിലൂടെ പോകണം. അവാർഡ് പടം പോലെ വലിച്ചു നീട്ടലൊന്നുമില്ല. അതാണ് എൻ്റെ ഏറ്റവും നല്ല പ്രമേയം. പിന്നെ നമ്മൾ ഇന്നത്തെ കാലമൊക്കെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയാണ്. ഏഷ്യാനെറ്റിൽ കഴിഞ്ഞ ദിവസം സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് സിനിമ OTT റിലീസ് ചെയ്യുന്നത്. ഏത് പ്ലാറ്റ്ഫോമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ. സിനിമയുടെ പേര് ഒന്നോടെ പറയാം. 1947 ജനനം, പ്രണയം തുടരുന്നു. ഇതാണ് സിനിമയുടെ പേര്. അപ്പോൾ കണ്ടു നോക്കൂ. കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. ബൈ ബൈ.